റോയൽ റംബിൾ കഴിഞ്ഞതിന് ശേഷമുള്ള റോ എപ്പിസോഡ് റോഡ് ടു റെസൽമീനിയ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്. ആ ഒരു റോ എപ്പിസോഡ് ഒരു വൻ എപ്പിസോഡ് തന്നെയായിരിക്കും, ഒരു വൻ ഷോ തന്നെയായിരിക്കും. എല്ലാവരും കാത്തിരുന്നിട്ടുണ്ടായിരുന്ന ഒരു മൊമെന്റ് തന്നെയായിരുന്നു ആ ഒരു റോഡ് ടു റെസൽമീനിയയുടെ സ്റ്റാർട്ടിങ്. 2026 റോയൽ റംബിൾ കഴിഞ്ഞതിന് ശേഷം അതിൽ വിജയിച്ചിട്ടുണ്ടായിരുന്ന റോമൻ റെയ്ൻസ് ഈ ഒരു റോഡ് ടു റെസൽമീനിയ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു എല്ലാവരും നിന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ റോ എപ്പിസോഡിൽ CM പങ്കും റോമൻ റെയ്ൻസും റിംഗിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയുമില്ലാത്ത പ്രോമോ ആയിരുന്നു രണ്ടുപേരും നടത്തിയിട്ടുണ്ടായിരുന്നത്. പഴയ ട്രൈബൽ ചീഫ് എറയിൽ നടത്തിയിട്ടുണ്ടായിരുന്ന റോമൻ റെയ്ൻസിന്റെ അതേ രീതിയിലുള്ള പ്രോമോ തന്നെയായിരുന്നു അദ്ദേഹം ഇപ്പോഴും നടത്തിയിട്ടുണ്ടായിരുന്നത്. അതും കട്ടയ്ക്ക് നിൽക്കാൻ വേണ്ടി CM പങ്കും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഇവർ ആ ഒരു പ്രോമോയിലൂടെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി വന്നാലോ. വെൽക്കം ടു റെസ്ലിംഗ് മലയാളം. ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ലൈക്ക് ചെയ്തേക്കണേ. റോ എപ്പിസോഡിന്റെ മെയിൻ ഇവന്റ് ആയിട്ടുണ്ടായിരുന്നത് റോമൻ റെയ്ൻസിന്റെ ഒരു സെഗ്മെന്റ് ആയിരുന്നു. റോമൻ വന്ന് നിന്നപ്പോഴേക്കും എല്ലാവരോടും അക്നോളജ് ചെയ്യാൻ വേണ്ടി പറയുകയുണ്ടായി. ഫാൻസ് മുഴുവൻ OTC എന്ന് പറഞ്ഞിട്ടുള്ള ചാൻറ്റുകളായിരുന്നു അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് റോമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ WWE ചാമ്പ്യൻഷിപ്പ് വിജയിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫിലാഡൽഫിയയിൽ വെച്ചിട്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ ടൈറ്റിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നതും ഫിലാഡൽഫിയയിൽ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ റോയൽ റംബിൾ വിജയിച്ചിട്ടുണ്ടായിരുന്നത് അഥവാ 11 വർഷങ്ങൾക്ക് മുൻപേ വിജയിച്ചിട്ടുണ്ടായിരുന്നത് ഇതേ ഫിലാഡൽഫിയയിലായിരുന്നു. 11 വർഷങ്ങൾക്ക് ശേഷം തന്റെ രണ്ടാമത്തെ റോയൽ റംബിൾ കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന റോ എപ്പിസോഡും ഇതേ ഫിലാഡൽഫിയയിൽ തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് വലിയൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് താൻ വന്നിട്ടുള്ളത്. തന്നെ അതിന് നിങ്ങളെല്ലാവരും സഹായിക്കണമെന്നുള്ളത് ഫാൻസിനോട് അഭ്യർത്ഥിക്കുകയുണ്ടായി റോമൻ റെയ്ൻസ്. റോമൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് താൻ ഇതിനു മുൻപേ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു ടൈറ്റിലിന് പുറകെ താൻ പോകണോ എന്നുള്ളതായിരുന്നു. അപ്പോൾ തന്നെ ഫാൻസ് മുഴുവൻ CM പങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ചാൻറ്റുകളായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. ഡ്രൂ മെക്കിൻഡറിന്റെ പേര് പറഞ്ഞപ്പോൾ ഫാൻസ് മുഴുവൻ കൂവി വിളിക്കുന്നതും CM പങ്കിന്റെ പേര് പറഞ്ഞപ്പോൾ ഫാൻസ് മുഴുവൻ ആർപ്പ് വിളിക്കുന്നതും നമ്മൾ കേട്ടു. അപ്പോൾ തന്നെയായിരുന്നു പങ്ക് അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പങ്ക് വന്ന ഉടനെ തന്നെ റോമനെ മൈൻഡ് ചെയ്യാതെ ക്യാമറയിൽ നോക്കിക്കൊണ്ട് ഫിൻ ബാലറിനെ കോൾ ഔട്ട് ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ എന്നെ വന്ന് അറ്റാക്ക് ചെയ്തതിന് നീ അനുഭവിക്കാൻ പോകുന്നേയുള്ളൂ ബാലറെ എന്നുള്ള രീതിയിലായിരുന്നു പങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റോമൻ അപ്പോൾ തന്നെ ചോദിച്ചു, ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ എന്നെ ഇന്റർഫിയർ ചെയ്തുകൊണ്ട് ഫിൻ ബാലറിനോട് സംസാരിക്കാനാണോ നീ വന്നിട്ടുള്ളത് എന്ന്. അപ്പോൾ പങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നീ ഒരു ഗസ്റ്റാണ്, ഇത് WWEയുടെ മൺഡേ നൈറ്റ് റോ ആണ്, അതും നെറ്റ്ഫ്ലിക്സിലാണ്. ഈ ഷോ റൺ ചെയ്യുന്നത് ഞാനാണ് ഇവിടുത്തെ വേൾഡ് ചാമ്പ്യൻ. എന്നിട്ട് വീണ്ടും പങ്ക് റോമൻ റെയ്ൻസിന്റെ എതിരാളി ആരായിരിക്കണം എന്നുള്ളത് ഫാൻസിനോട് ചോദിക്കുകയുണ്ടായി. റോമൻ റെയ്ൻസ് വേഴ്സസ് ഡ്രൂ മെക്കിൻഡർ തമ്മിലുള്ള മാച്ച് നടക്കണോ എന്ന് ചോദിച്ചപ്പോൾ മുഴുവൻ ബൂയിങ് ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. കൂവി വിളിക്കുകയായിരുന്നു. അടുത്തതായിട്ട് റോമൻ റെയ്ൻസ് വേഴ്സസ് CM പങ്ക് എന്ന് ചോദിച്ചപ്പോൾ ഫാൻസ് മുഴുവൻ ആർപ്പ് വിളിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ പങ്ക് പറയുകയുണ്ടായി, റോമൻ റെയ്ൻസിന് ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി ഡ്രൂ മെക്കിൻഡറിനെതിരെ മത്സരിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയായിരിക്കും റോമൻ ചൂസ് ചെയ്യുന്നത്. അപ്പോഴായിരുന്നു റോമൻ ഇളകിയിട്ടുണ്ടായിരുന്നത്. ഡ്രൂ മെക്കിൻഡർ ഒരിക്കലും ഒരു ഈസി ടാർഗറ്റ് അല്ല, ഒരു ഈസി ഓപ്ഷൻ അല്ല. മെക്കിൻഡറിനെയും നിന്നെയും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെക്കിൻഡർ നിന്റെ 4 ഇരട്ടിയോളം സൈസ് വരും. നീ ഒരു പ്ലാസ്റ്റിക് ബ്രേസ്ലെറ്റിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് കരഞ്ഞ് മെഴുകിയിട്ടുള്ള ആളാണ്. ആ ഒരു ബ്രേസ്ലെറ്റിന് വേണ്ടിയിട്ടാണല്ലോ നീ ഡ്രൂ മെക്കിൻഡറിനെതിരെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ പങ്ക് പറയുകയുണ്ടായി, നീ ഇനി അടുത്ത വാക്കുകൾ ഓരോന്ന് പറയുമ്പോഴും സൂക്ഷിച്ചു വേണം പറയാൻ. കാരണം ഈ ഒരു ബ്രേസ്ലെറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരുത്തനെയായിരുന്നു ഞാൻ ആ ഹെൽ ഇൻ സെല്ലിൽ ഇട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവന്റെ തലയ്ക്ക് സ്റ്റാപ്ലർ അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ റോമൻ മറുപടി കൊടുക്കുകയുണ്ടായി, 3 വർഷക്കാലത്തോളം നിരന്തരമായിട്ട് ഞാൻ ഡ്രൂ മെക്കിൻഡറുമായിട്ട് മത്സരിച്ചിട്ടുള്ളതാണ്, തോൽപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ തന്നെ പങ്ക് ചോദിച്ചു, നീ ഒറ്റയ്ക്കല്ലല്ലോ, നിന്റെ കൂടെ നിന്റെ ഫാമിലി കൂടി ഇല്ലായിരുന്നോ? നിന്റെ കസിൻസും കൂടി ചേർന്നിട്ടല്ലേ അവരെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്ന്. റോമന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, നീ എൻ്റെ ഫാമിലിയെ തൊട്ട് കളിക്കരുത്. എൻ്റെ ഫാമിലിയെക്കുറിച്ച് സംസാരിക്കുന്നതോ അവരെക്കുറിച്ച് പരാമർശിക്കുന്നതോ എനിക്കിഷ്ടമല്ല. ആ ഒരു ഫാമിലി ഉള്ളതുകൊണ്ട് മാത്രമാണ് WWE ഇപ്പോൾ ഈ കാണുന്ന ലെവലിൽ നിൽക്കുന്നത്. നീയെല്ലാം തന്നെ ഇവിടെ വന്ന് സംസാരിക്കുന്നത് തന്നെ എൻ്റെ ഫാമിലി ഉള്ളത് കൊണ്ടാണടാ എന്ന് റോമൻ റെയ്ൻസ് വീമ്പിളക്കുകയുണ്ടായി. അപ്പോൾ തന്നെ പങ്കിന്റെ തിരിച്ചടി, നിങ്ങൾ ഒരിക്കലും ഈ ഒരു WWE ക്രിയേറ്റ് ചെയ്തതല്ല, നിങ്ങൾ WWE പിടിച്ചു വെച്ചതാണ്. വർഷത്തിൽ 4 തവണ വെക്കേഷന് പോകുന്ന നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പഴയൊരു കഥ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 434 ദിവസം ഞാൻ വേൾഡ് ചാമ്പ്യനായിട്ട് ഈ WWEയിൽ തന്നെ നിലനിന്നിട്ടുണ്ട്. അന്ന് എൻ്റെ കൂടെ പോൾ ഹേമാൻ കൂടി ഉണ്ടായിരുന്നു. ഈ കഥ നിനക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ ചെയ്ത അതേ കാര്യം തന്നെയായിരുന്നു നീ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1316 ദിവസം നീ ചാമ്പ്യനായിട്ട് നിന്നു. അന്ന് നിന്റെ കൂടെ പോൾ ഹേമാൻ ഉണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തന്ന അതേ വഴി തന്നെയാണ് നീ ചൂസ് ചെയ്തിട്ടുള്ളത്. നീ ഒരുപാട് നാൾ ചാമ്പ്യനായി എന്നുള്ളത് നീ ബെറ്റർ ചാമ്പ്യനാണെന്നുള്ളതിൻ്റെ അർത്ഥമല്ല. നീ ഇപ്പോൾ ഭയങ്കര മടിയനാണ്.
ഒരിക്കലും WWE സ്ഥിരമായിട്ട് വന്ന് മത്സരിക്കാൻ നിനക്ക് കഴിയില്ല. പക്ഷെ ഞാനാണെന്നുണ്ടെങ്കിലോ, ഞാൻ എല്ലാ രാജ്യങ്ങളിലേക്കും പോയിട്ട് എല്ലാ ആഴ്ചയിലും എല്ലാ ഷോകളിലും മത്സരിക്കുന്നുണ്ട്. ഞാനൊരു ഫൈറ്റിംഗ് ചാമ്പ്യനാണ്. എന്തായാലും റോമ, എനിക്ക് നിന്നോട് ഭയങ്കരമായിട്ടുള്ള റെസ്പെക്റ്റ് ഉണ്ട്. കാരണം ഞാൻ കാണിച്ചു തന്ന അതേ വഴിയിൽ തന്നെയാണ് നീ പോയിട്ടുള്ളത്. അതിലൂടെ നീ നന്നാവുകയും ചെയ്തു. നിനക്കിപ്പോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കാര്യം, വേഗം തന്നെ മെക്കിൻഡറിനെ നിന്റെ എതിരാളിയായിട്ട് എടുത്തോ, എന്നിട്ട് അവനെതിരെ മത്സരിക്കാൻ വേണ്ടി പോയിക്കോ സ്മാക്ക് ഡൗണിലേക്ക്. അല്ലെങ്കിൽ നീ പങ്കിനെതിരെ, ബെസ്റ്റ് ഇൻ ദ വേൾഡിനെതിരെ മത്സരിക്ക്. എവറസ്റ്റ് ഒരു സേഫ്റ്റി പോലും ഇല്ലാതെ കയറാൻ വേണ്ടി വാ. റസൽമേനിയയിൽ നിനക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ റോമൻ റെയിൻസിന്റെ അടുത്ത മറുപടി, ഞാൻ കുറച്ച് വെക്കേഷൻ എടുത്ത കാര്യങ്ങളെല്ലാം തന്നെ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. 10 വർഷം വെക്കേഷൻ കഴിഞ്ഞതിന് ശേഷമല്ലേ നീ ഈ ഒരു ഷോയിലേക്ക്, ഈ ഒരു ബ്രാൻഡിലേക്ക്, ഈ ഒരു WWE തിരിച്ചു വന്നിട്ടുള്ളത്. ഞാനില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നിനക്ക് ഒരിക്കലും ഈ ഒരു ഷോയിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ലായിരുന്നു. നീ വരുന്നതിന് മുൻപ് നിന്നെ എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആരോടാണ് എന്നാണ് നിന്റെ വിചാരം? അത് എന്നോടാണ്. എന്നോട് ചോദിച്ച് അനുവാദം വാങ്ങിയതിനു ശേഷം മാത്രമാണ് നിന്നെ WWE തിരിച്ചെടുത്തിട്ടുള്ളത്. നീ കാരണമാണ് പോൾ ഹെയ്മാനും ബ്ലഡ് ലൈനും എനിക്കെതിരെ തിരിഞ്ഞിട്ടുള്ളത്. നിന്നെ ഞാൻ ചൂസ് ചെയ്യുന്നത് ഒരിക്കലും നെറ്റ്ഫ്ലിക്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടിയിട്ടോ അല്ല. എനിക്ക് ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ ഒരു ഷോയിൽ ഏറ്റവും ഇഷ്ടമല്ലാത്തത് നിന്നെ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ചൂസ് ചെയ്യുന്നത്. യെസ്, CM Punk, യു ആർ മൈ എനിമി ഇൻ റസൽമേനിയ 42. റസൽമേനിയയിൽ നീ എന്നെ അക്നോളജ് ചെയ്യുമെന്നുള്ളത് ഞാനിവിടെ ഉറപ്പ് നൽകുന്നു. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു റോമൻ റെയിൻസ് റിംഗിൽ നിന്നും ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു റോഡ് ടു റസൽമേനിയ നല്ല രീതിയിൽ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഏതൊക്കെ ഷോകളിലായിരിക്കും റോമൻ റെയിൻസ് വരിക എന്നുള്ളത് അറിയില്ല. എല്ലാ ഷോകളിലും, എല്ലാ വീക്ക്ലി ഷോകളിലും റോമൻ റെയിൻസ് വന്നു കഴിഞ്ഞാൽ കിഡിലൻ റോഡ് ടു റസൽമേനിയ തന്നെയായിരിക്കും നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അതുമാത്രമല്ല എല്ലാ ആഴ്ചയിലും റോമനും പങ്കും കൂടി വരികയാണെന്നുണ്ടെങ്കിൽ റസൽമേനിയക്ക് വൻ ഹൈപ്പായിരിക്കും കയറാൻ വേണ്ടി പോകുന്നതും. എല്ലാവർക്കും ആ ഒരു റസൽമേനിയ മാച്ച് ഭയങ്കര ഇമോഷണലി കണക്റ്റുമാവും. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും റോമൻ റെയിൻസ് വേഴ്സസ് CM Punk തമ്മിലുള്ള മത്സരത്തിൽ വിജയിക്കാൻ വേണ്ടി പോകുന്നത്? ശരിക്കും ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ആൻസർ തന്നെയായിരിക്കും അത്. എന്നാലും ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രഡിക്ഷൻ ഇവിടെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. അടുത്ത ആഴ്ച മറ്റേതെങ്കിലും കിടിലൻ സ്റ്റോറിയുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ ഗായ്സ്.